അപ്പം ഞാനിന്ന് ഒറ്റയ്ക്ക് വേറെ ഒന്നുമില്ല ഗിറ്റാർ വായിച്ചിരിക്കുന്നത്, സങ്കടപ്പെട്ടിട്ടൊന്നുമില്ല. നമ്മളെന്ന് പറയുന്നത് സോളോ വേഴ്സസ് സ്ക്വാഡ് കളിച്ച് അങ്ങ് മാസാക്കാനാണ് പോകുന്നത്. അപ്പം നമ്മൾ നമ്മുടെ പീക്ക് ഇറങ്ങിയിട്ട് പീക്കത്തെ ടീമിന് അങ്ങ് ഫുൾ എത്ര പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അവരങ്ങ് വൈപ്പാക്കിയിട്ട് ഒരു ഫ്ലാഗ് കുത്തിയിട്ട് അവിടെ നിന്ന് വരാനായിട്ട് പോകുന്നത്. അപ്പം ഇപ്പം എൻ്റെ കൂടെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ 3 പ്ലേയേഴ്സും പിന്നെ വേറെ സെപ്പറേറ്റ് ഒരു സ്ക്വാഡ് 2 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ പീക്കിനകത്ത് 5 പേര് നല്ല ഫൈറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവരുടെ ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെയ്ഡ് 2 കില്ല് കിട്ടുന്നൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിച്ചു. നെയ്ഡ് കിട്ടിയപ്പോൾ 2 പ്ലേയേഴ്സും കുറച്ച് ഡാമേജ് ഒക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അതിത്തെ ഫസ്റ്റ് ടൈമിന് ഒരു പ്ലെയർ അങ്ങനെ നോക്കൊക്കെ ആക്കിയിട്ട് പിന്നെ നമുക്ക് എന്താ നല്ല HP ഒക്കെ കുറഞ്ഞ 2 ഇൻഹീലറൊക്കെ അങ്ങ് അടിച്ച് വലിച്ച് കയറ്റുന്നൊക്കെ വിചാരിച്ച് പിന്നെ മറ്റേ പ്ലെയർ വരാണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അവിടെ ഒരു ഗ്ലൂ വാളൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നോക്കുകയാണെന്ന് ഒരുത്തുന്നതാണെന്ന് റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നോക്കി ആ പ്ലെയർ അങ്ങ് അടിച്ച് നോക്കാക്കി. പിന്നെ അത് ഒരു 2 ഇൻഹീലർ വലിക്കാന്നൊക്കെ വിചാരിച്ചു. 2 ഇൻഹീലർ വലിച്ചു. അപ്പോൾ തന്നെ മറ്റേ പ്ലെയർ കയറി ആ പ്ലെയർ അടിച്ച് നോക്കാക്കിയിട്ടാണ് ഫസ്റ്റത്തെ 3 പ്ലേയേഴ്സ് നമ്മൾ അങ്ങ് എടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോഴും നമ്മുടെ ചാനലൊക്കെ ഉണ്ട് സബ്സ്ക്രൈബ് അടിക്കാത്ത മച്ചന്മാർക്ക് കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങ് അറിഞ്ഞും പറഞ്ഞ് സബ്സ്ക്രൈബ് അടിച്ച് നമ്മുടെ കൂടെ നിൽക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നോക്കുകയാണെന്ന് പിന്നെ നമ്മുടെ പീക്കത്ത് ആ 3 പേര് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുകയാണെന്ന് ആ 3 പേരിൻ്റെ കറക്റ്റ് അവർ ഒരുമിച്ച് തന്നെ പിന്നെ വന്ന് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അടുത്ത പ്ലെയർ നമ്മൾ എന്ന് പറഞ്ഞാൽ പിന്നെ അത് തലയൊക്കെ അങ്ങ് അടിച്ച് പൊളിച്ച് നോക്കാക്കിയിട്ട് രണ്ടാമത്തെ പ്ലെയറിനെ പിന്നെ അങ്ങ് നോക്കൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോക്ക് എന്ന് പറഞ്ഞാൽ അവർ ടീമേറ്റ് വന്നിട്ട് റിവ്യൂ ഒക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുന്നിൽ എത്ര പേര് റിവ്യൂ അടിച്ചിട്ടും കാര്യമില്ല. നമ്മളെന്ന് പറഞ്ഞാൽ വൈപ്പ് ആക്കും എന്ന് പറഞ്ഞാൽ ഈ മൊട്ടത്തല്ലേയും ടീമിനെങ്കിൽ നമ്മളങ്ങ് വൈപ്പൊക്കെ ആക്കിയിട്ട് എന്തായാലും വിടുട്ടോ. പിന്നെ നോക്കുകയാണെന്ന് അകത്ത് 2 പേരും മെഡിക്കൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് ആദ്യത്തെ പ്ലെയറിനെ പിന്നെ നോക്കാക്കിയായിരുന്നു. പിന്നെ അവരുടെ ടീമേറ്റിനെ പിന്നെ നോക്കാക്കിയിട്ടാണ് പിന്നെ അത് നമ്മൾ ആ 3 പേരെ പിന്നെ അങ്ങ് നോക്കാക്കി വിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനാണെന്ന് അത് കഴിഞ്ഞിട്ട് പീക്കിൻ്റെ ഈ സൈഡിലേക്ക് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 3 പ്ലേയേഴ്സ് ഫൈറ്റ് ഉണ്ടെന്ന്. അപ്പോൾ നോക്കി ആദ്യത്തെ പ്ലെയറിനെ ഫസ്റ്റ് നോക്കാക്കി, രണ്ടാമത്തെ പ്ലെയർ നോക്കാക്കി, പിന്നെ അടുത്ത പ്ലെയർ നോക്കാക്കിയിട്ടാണ് പിന്നെ ഒരു 3 നോക്കൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ 3 എണ്ണത്തിനൊക്കെ ഫിനിഷൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ റിവെഞ്ച് എടുക്കാനൊക്കെ വേണ്ടി വന്നായിരുന്നു. പിന്നെ നോക്കണേ പിന്നെ അങ്ങ് അടിച്ച് കൊല്ലാന്നൊക്കെ വെച്ച് കുത്തി പിടിച്ചിട്ടാണ് ആ പ്ലെയറിനെ പിന്നെ അങ്ങ് അടിച്ച് നോക്കൊക്കെ ആക്കിയിട്ട് പിന്നെ അതൊക്കെ ഫിനിഷ്. ഈ പ്ലെയർ റിവ്യൂ ആയി വന്നപ്പോഴേ വിചാരിച്ചായിരുന്നു നമ്മൾ ഇവിടെ തന്നെ എനിമി ഉണ്ടാവുന്നൊക്കെ. പിന്നെ പീക്കിനകത്ത് കയറി പോയപ്പോൾ എന്ന് പറഞ്ഞാൽ ആ പ്ലെയർ റിവ്യൂ അടിക്കാൻ വേണ്ടി നിൽക്കണത്. പിന്നെ നോക്കി ലാസ്റ്റ് ടൈം കുറച്ച് ഡാമേജ് കൊടുത്ത് പിന്നെ എന്തായാലും നമുക്ക് പീക്ക് കീഴടക്കണമല്ലോ. അങ്ങനെ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ടീമിനെ വൈപ്പാക്കിയിട്ട് പീക്കൊക്കെ കീഴടക്കിയിട്ടാണ് ഫ്ലാഗ് അങ്ങ് കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരി എന്നാ.